സ്വാമി സ്വാമി ആരാ എന്താ അല്ല മറ്റേ ഈ ചോഴി കവടി അതൊക്കെ വെച്ച് നിരത്തി നോക്കണ്ടേ? ഓ അതാ ഞാനും ആലോചിച്ച് എന്തോ ഒന്നും മറന്നു പോയതുപോലെ. അപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടെ? എന്തുവാ ഈ പറയുന്നേ? 3 തലമുറയിൽപ്പെട്ട ജ്യോതിഷ ഫാമിലിയിൽ ജനിച്ചവനായി ഞാൻ. പിന്നെ ഇടയ്ക്ക് ഓർമ്മ പോകും, അങ്ങനെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഓർമ്മ പോകുന്നു. എന്റെ അടുത്ത് വരുന്നൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ എന്റെ കർത്താവ്. എന്തുവാ നമ്മുടെ പ്രശ്നം? ആദ്യം താൻ തന്നെ പ്രശ്നം നോക്ക്. ഓർമ്മയില്ലാത്ത ജോലി സാലപുട്ട ഗോലി മാറുന്നു. ഷേടാ, കഴുത്തില് തുണിയും കെട്ടി ഇറങ്ങിയിരിക്കുക. ന്യൂ ജനറേഷൻ ആണ് പോലും. സത്യക്രിസ്ത്യാനിയായിട്ട് കണ്ട ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദിയുടെയും പുറകെ നടക്കുന്നു. കഷ്ടമാണ് പട്ടാളക്കാരാ. അവിടെ നിന്ന് ഒരു ഉഗ്രം പ്ലാനുമായിട്ടാ ഞാൻ. അതും പൊളിയും. നീ വല്ല പൊട്ടനോ ഭ്രാന്തനോ അവന്മാർ ആ സമയം കൊണ്ട് സ്കോർ ചെയ്തോണ്ടേയിരിക്കും. നീ പോയി പോയി പോയി. അതാണ് ഞാൻ അവന്മാര് പോയ വഴിക്ക് തന്നെ പോകുന്ന ഒരു പ്ലാനിട്ട്. അവരുടെ വഴി അവളിലേക്ക് എത്തിയേ. അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടോ ഇല്ലയോ? കേട്ടു, ഏറ്റു. ഇതും അതുപോലെ തന്നെ കേൾക്കും. നിനക്ക് ഈ ബുള്ളറ്റിലൊക്കെ കാലെത്തും. പല വട്ടം ഈ സത്യം പറയാൻ എന്റെ നാവ് ധരിച്ചതാണ്. പക്ഷെ ഒരു മിലിറ്ററിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്നെ നിലയ്ക്ക് നിർത്തി. നീ കാര്യം പറഞ്ഞ ഇയാളുടെ ഫ്ലോകള്. ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചെന്റെ പെണ്ണിന്റെ ഓർമ്മ പോയി. എന്നെ വിവാഹം കഴിക്കാൻ കൊതിച്ച പെണ്ണിന്റെ ഓർമ്മ പോയി. അപ്പോഴും എന്റെ നാവ് ധരിച്ചു. ഞാൻ നിലയ്ക്ക് നിർത്തി. എവിടെ നിന്നോ 2 അലവലാദികൾ വന്ന് കഥകളൊക്കെ പറഞ്ഞു ഇവളുടെ മനസ്സിളക്കി മറിച്ചു. ഞാൻ ഔട്ടായി. അപ്പോഴും എനിക്ക് നാവ് ധരിച്ചു കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ നാവ് ധരിക്കുന്നെങ്കിൽ വല്ല മരുന്ന് കൊടുത്ത് കഴിക്കും. ഞാനൊന്ന് പറയട്ടെ. അവര് കഥ പറഞ്ഞപ്പം ജിയ കേട്ടിരുന്നില്ലേ? എന്റെ ഈശോയെ, അപ്പോ ഇവളുടെ ഓർമ്മകളിൽ നിനക്കും ഒരു കഥ പറയാനുണ്ടല്ലേ? അതൊക്കെ ഉണ്ട്. എന്ത് കഥ? കണ്ടോ, മമ്മിക്ക് മനസ്സിലായി, എന്നിട്ടും ജിയക്ക് മനസ്സിലായില്ല. മോളെ, അവര് രണ്ടുപേരും പറഞ്ഞതിനേക്കാളും റൊമാൻറ്റിക് ആയ റിലേഷൻഷിപ്പ് രവിയുമായി നിനക്ക് ഉണ്ടായിരുന്നില്ലേ? രവി അതല്ലേ പറയാൻ വരുന്നത്? ഐ ആം പ്രൗഡ് ഓഫ് മൈ സൺ. നെഞ്ചും വിരിച്ച് നിന്റെ ലവ് സ്റ്റോറി പറയൂ, കേക്കട്ടെ. അറ്റൻഷൻ. നിന്നോടല്ല, അവനോട് ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞതാ. ഇനി പറ. കഥ പറയാൻ ഒരു ഇത്തിരി വഴി. അന്നൊരു ദിവസം, നല്ല മഴയുള്ളൊരു ദിവസം, അങ്കിളും ആൻറ്റിയും റൈഫിൾ ക്ലബിലെ പാർട്ടിക്ക് പോയ ദിവസം. ജിയെ കൂട്ടി പാർട്ടിക്ക് പോകാൻ അങ്കിൾ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വന്നു. അന്ന് നല്ല തണുതണുത്ത് ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവിടുത്തെ ആ തണുത്ത കാറ്റിൽ ചെമ്പകത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. അതിനോടെ ബൊഗൈൻവില്ലല്ലേ ഉള്ളൂ? അതെ, ബൊഗൈൻവില്ല പൂത്ത മണം. അതിന് ബൊഗൈൻവില്ലയ്ക്ക് മണമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തലേന്ന് പോയി കുറച്ച് പെർഫ്യൂം അടിക്കാം. വേണ്ട, ഞാൻ അടിക്കാം. എന്നാ പിന്നെ ഞാൻ ഈ പറയുന്ന കേക്ക്. അതിൽ ലയിച്ചു മയങ്ങി ഞാൻ വീടിന്റെ ബെല്ലടിച്ചു. അല്ല, നീ വീടിന്റെ ബെല്ലടിച്ചു. ഇതെന്താ യക്ഷിക്കഥയോ? ഞാൻ പറയട്ടെ. ഞാൻ കേക്കട്ടെ. അവൻ പറയട്ടെ. ഇനി ഞാൻ പറഞ്ഞോട്ടെ. പറ മോനെ. ജിയ വാതിൽ അവൾ ഷവർ തുറന്നു പുസ്തകം വായിക്കുന്ന. ഷവർ തുറന്ന് പുസ്തകം വായിക്കുന്ന? ഡേ, ശ്രദ്ധിച്ചു കേൾക്ക്. അവൾ ഷവർ തുറന്നു പുസ്തകം വായിക്കുന്ന നിനക്ക് അതിന് കഴിയുന്നില്ല. നിന്റെ മനസ്സിൽ അവളാണ്. ഷവറാണ്. ഷവറിൽ കുളിക്കുന്ന അവളാണ്. അവൾ തേക്കുന്ന ലെഗ് സോപ്പിന്റെ മണമാണ്.
അവിടേക്ക് നിനക്ക് കയറി ചെല്ലണമെന്നുണ്ട്. പക്ഷേ നോ, അവിടെ ഇരിക്കും. നിന്റെ പട്ടാളധർമ്മം അതിനനുവദിക്കുന്നില്ല. ഇങ്ങനെ ഉമിനീരിറങ്ങി നീ അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അത് പെട്ടെന്ന് എന്താ? പാറ്റ മേജറാണ്. അങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ജിയ ഒറ്റ ചവിട്ടിന് ആ പാറ്റയെ കൊന്നിട്ട് നീ തിരിയുമ്പോ നീ കണ്ട കാഴ്ച, അവൾ അവിടെ ഷവറിൽ നനഞ്ഞ് അവൾ നിന്നെ തന്നെ നോക്കി നിൽപ്പാണ്. എന്ത് പറയണം ചെയ്യണമെന്നറിയാതെ കൈകൊണ്ട് മറയ്ക്കാൻ പോലും അവൾ മറന്നിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ പട്ടാളക്കാരന് ലീവ് കിട്ടിയ പോലെ പിന്നെ ഒന്നും നോക്കിയില്ല. ഒരറ്റത്തുനിന്ന് യുദ്ധത്തോട് യുദ്ധം. അത് സംഭവിച്ചു പോയെങ്കിൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയി. അവളൊന്നുറക്ക കരയ്ക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തന്ന് അനുഗ്രഹിച്ചു. ചിരിക്കുന്നു. ഇവളെ ഞാൻ ഇക്കിളി കൂട്ടി എന്നാണ് ഇവള് കേട്ടത്. ഇതാണോ നിന്റെ പ്രണയകഥ? ഇല്ല, ഇത് ഏറ്റില്ല ആൻറ്റീസേ. അവന്റെ ഉദ്ദേശം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതെനിക്കറിയില്ല. എനിക്ക് ജിയയുടെ ഓർമ്മ തിരിച്ചു കിട്ടണം. സിമ്പിൾ. ഇങ്ങനെ ഡോക്ടർമാർ വിചാരിച്ചിട്ടും നീ ഇത്രയൊക്കെ പുറകെ നടന്നിട്ടും ഒരു വഴിയുണ്ട്. ഡൽഹിയിൽ എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് പറഞ്ഞതാണ്, അന്നത്തെ ആക്സിഡൻറ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം, ജിയയ്ക്ക് റിസ്ക് വരാത്ത രീതിയിൽ. അവൾ ഒറ്റയ്ക്ക് പ്ലാന്റേഷൻ റോഡ് വഴി വരുന്ന ദിവസം നോക്കി അത് ചെയ്യണം. അന്ന് പോയ അതേ റൂട്ട്. അതൊക്കെ മച്ചു, പക്ഷേ ഈ ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചു എന്ന് അവൾക്കറിയില്ലല്ലോ. അതറിയില്ല, പക്ഷെ ആ റൂട്ടിൽ എവിടെയോ ആണ്. എൻ്റെ പ്ലാൻ, അവൾ ആ വഴി വരുമ്പോൾ ടെലിഫോൺ എക്സ്ചേഞ്ച് കഴിഞ്ഞുള്ള ഹെയർ പിൻ അങ്ങോട്ടേക്ക് ഞാൻ ഹിൽ റോഡ് വഴി താഴേക്ക് ഫുൾ സ്പീഡിൽ വരും. എൻ്റെ വണ്ടി അവളുടെ കാറിനെ ഹിറ്റ് ചെയ്തു എന്ന് വന്നതും ഒരു ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി അവൾ സഡൻ ബ്രേക്ക്. ആ ഷോക്കിൽ എന്നെ കണ്ടതും അവളുടെ മെമ്മറി തിരിച്ചു വന്നേക്കാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നീ 2 വളവുകൾ മുൻപ് റെഡിയായിട്ട് നിന്ന് എനിക്ക് സിഗ്നൽ തരണം. ഓക്കെ? അവള് വരുന്നുണ്ട്. ജിയ തോ ജിയ കൈസേ. ഞാൻ 3 മാസം ഗർഭിണിയാണ്. ചന്ദനമഴയിലെ ഈ റിംഗ് ടോൺ സ്വന്തമാക്കാൻ സ്റ്റാർ അമർത്തൂ. അതു പേടിപ്പിച്ചിറങ്ങി മനുഷ്യനാണ്. ഹലോ ആ മച്ചാ, അവള് 4ാമത്തെ ഹെയർ പിൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ദിൽവാലെ ദുൽഹനിയെ ലേ ജായേംഗെ. ഓക്കെടാ, താങ്ക് യു. എന്തായി കാണിച്ചേ? ജിയയ്ക്കൊന്നും ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും പാണ്ടിലൂറി തലവയ്ക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴും ദൈവം വിട്ടത് കണ്ടു ജിയ എന്നെ തന്നെ. ജിയയ്ക്ക് അറിയില്ല ജിയ എനിക്ക് ആരാണ്. ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു. ഏത് രാജുമോൻ? വീടിനടുത്തുള്ളൊരു പയ്യനാ, അങ്കിളിന്റെ പേര്. ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചല്ലോ. പെട്ടടാ നീ. അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ സംഭവിക്കുക. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി വീശി നിന്നതോ.
ബാല സാർ അടിക്കണോ ഇവനെ? നീ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? ആക്സിഡന്റ് റീക്രിയേഷൻ. അതേ സംഭവം തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഐറ്റം. അത് തായിപ്പ് എന്താ ചെയ്ത്? അടിച്ചു സാർ. അതൊന്ന് റീക്രിയേറ്റ് ചെയ്യൂ. ഒരു പോലീസുകാരനെ നെഞ്ചത്ത് കയറി നിന്നിട്ടാണോ നീ റീക്രിയേറ്റ് ചെയ്ത് കളിക്കുന്നത്? സത്യമായിട്ടും പോലീസാണെന്ന് മനസ്സിലായില്ല സാർ. ജീപ്പിന് മുമ്പ് വെണ്ടക്കാശിരുത്തി പോലീസ് എഴുതി വെച്ചിട്ടും അതിനുള്ളിൽ കാക്കിയിട്ടിട്ട് ഇൻസ്പെക്ടർ ബലറാമിനെ പോലെ ഞാൻ ഇരുന്നിട്ടും പോലീസാണെന്ന് നിനക്ക് മനസ്സിലാകുന്നല്ലടാ. വേണ്ട എന്നാ ഒരെണ്ണം കൂടെ. സത്യമായിട്ടും സാർ. ഇവിടെ സത്യമായിട്ടും അല്ല സാർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പെണ്ണിന്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊക്കയില് കൊണ്ട് കറക്കിട്ടാണോ പട്ടി ഓർമ്മയുണ്ടാക്കുന്നത്? ചത്തുപോത്തല്ലേ ഉള്ളൂ. ഇത് കണ്ട ബാക്കിയുള്ളവന്റെ കൈയുടെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. സാറേ വിറയ്ക്കുന്നു. ആ കൈ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. അതല്ല സാർ, ഫോൺ വിറയ്ക്കുന്നു. ആ എടുക്കടോ നിന്നെ ഉണ്ടല്ലോ ഇടിച്ചിട്ടെന്ന് ഞാൻ. സാറേ വൈഫാ. മറ്റേ കാര്യം പറയുന്ന ഏത് കാര്യം? വീട്ടിലെ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ചെറിയ കുളിമുറിയും കക്കൂസും വേണോന്ന് അവള് പറഞ്ഞു. സംഭവം ന്യായമാണല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു പണിതോളാൻ. പണി തുടങ്ങി കഴിഞ്ഞപ്പോ അവള് പറയാ അവക്ക് ബാത്ടപ്പ് വേണമെന്ന്. എന്നാ പിന്നെ അതും ആയിക്കോട്ടെന്ന് പറഞ്ഞു. ബാത്ടപ്പിന് പണി തീരാറായപ്പോ അവള് പറയാ എനിക്ക് സ്വിമ്മിംഗ് പൂള് വേണമെന്ന്. ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ സ്വിമ്മിംഗ് പൂളും പണിത് കൊടുക്കാന്ന് വിചാരിച്ചാലും അത് തീരാറാകുമ്പോ അവള് പറയാ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, ഒരു ചെറിയ കടപ്പുറമാണെന്ന് അവള് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും? സാർ എന്താടാ സാർ ഞാൻ അത് റെഡിയാക്കി തരാം. എന്ത് കടപ്പുറവോ? നീ ചാക്കി കെട്ടിക്കൊണ്ട് തരുമോ? അല്ല, സ്വിമ്മിംഗ് പൂൾ. എന്റെ ഫ്രണ്ടിന് അതിന്റെ കോൺട്രാക്ട് പണിയുണ്ട് സാർ. 5 പൈസ മുടക്കണ്ട. ശരിക്കും? ആ പക്ഷേ സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? ഞാൻ ഈ പറഞ്ഞ പെണ്ണിന്റെ പുറകെ ഒരു അലവലാതി നടക്കുന്നുണ്ട്. അവനെ ഒന്ന് ഒതുക്കി തരണം. ഏതലവലാതി? ഗുഡ് മോർണിംഗ് സാർ. വാ. നീ എന്താ കണ്ണുകൊണ്ട് കഥകളി കളിക്കാണോ? അല്ല സാർ, ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ച പറയാൻ വേണ്ടി വന്നതാണ് സാർ. എന്ത് കാഴ്ച? നീ കാര്യം പറയടാ. പറയാം സാർ. ഈ നിൽക്കുന്നത് ഈ തെണ്ടി ആരാന്ന് പോലും എനിക്കറിയില്ല സാർ. പക്ഷെ ഇവൻ സാറിന് അതിക്രൂരമായി കൊക്കയിലേക്ക് മറിച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതായി ഞാൻ കണ്ടു സാർ. അതിന് സാക്ഷി പറയാൻ അനുഭവിച്ചാൽ കൊലപാതക കുറ്റത്തിന് തന്നെ കേസെടുക്കണം സാർ. ഞാൻ ഇതിനു വേണ്ടി സുപ്രീം കോടതി വരെ വന്ന് സാക്ഷി പറയാം. കൂടാതെ ഇവനെ ചെറുതായിട്ടൊന്ന് തൂക്കിക്കൊല്ലണമെന്ന് കൂടി ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കണം സാർ. പറയടാ ജോർജ് കുട്ടി, തൊടുപുഴയിലെ ധ്യാനം കഴിഞ്ഞു വന്ന് കമ്മീഷണറുടെ മോന്റെ ബോഡി നീ എവിടെ കൊണ്ട് കുഴിച്ചിട്ടതാ? പറയടാ. ജോർജ് കുട്ടിയോ? അത് വേറെ കേസാ. ഒരു പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ചത് കൈയും കെട്ടി നോക്കിന്നിട്ട് നീ ഇവിടെ തന്നെ വന്ന് സാക്ഷി പറയുമല്ലടാ. മോൻ പറയുന്നത് എന്ത് ചെയ്യണം? ഒരു ബൈറ്റ് കിട്ടിയാ ബൈറ്റ് അല്ല, ഇതൊരു വീഡിയോ ക്ലിപ്പ്. വീഡിയോ ക്ലിപ്പ് എന്റെയോ? നീ മിണ്ടി പോരുത് സാർ. ഇവനെ കൊണ്ട് പറയിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇപ്പൊ റെഡിയാക്കി കൊണ്ടുവരാം. ഓക്കെ താങ്ക് യു സാർ. അവൻ സ്ക്രിപ്റ്റ് എഴുതും, ഞാൻ സംവിധാനം ചെയ്യും, നീ അഭിനയിക്കും.